ഈ ഒരു എന്തുകൊണ്ട് ആ സമയത്ത് കുട്ടി കൈയടിച്ചില്ല? ഫസ്റ്റ് ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്റർ റെസ്പോൺസ് കണ്ടു കഴിഞ്ഞിട്ട് ഹലോ അത് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അഗ്രഹിയുടെ പ്രീമിയർ ഷോയിൽ ഞാനും ഉണ്ടായിരുന്നു. എന്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു ബേസിലേറ്റനും പ്രിയ ഒക്കെ ഇരുന്നത്. ഏറ്റവും കൂടുതൽ ബേസിലേറ്റൻ കൈയടിച്ചത് ടോവിച്ചേട്ടന്റെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള എൻട്രിക്കാണ്. എഴുന്നേറ്റ് നിന്നിട്ടാണ്. എനിക്ക് തോന്നുന്നത് ബേസിലേറ്റന്റെ ഇൻട്രോസിൽ ബേസിലേറ്റന്റെ സീൻസിലൊന്നും പുള്ളി ഇത്രയ്ക്ക് കൈയടിച്ചിട്ടില്ല. ചേട്ടന്റെ ഇൻട്രോ വന്നപ്പോ പുള്ളി എഴുന്നേറ്റ് നിന്നായിരുന്നു കൈയടിച്ചത്. ഐ തിങ്ക് ദാറ്റ്സ് ദ പവർ ഓഫ് യുവർ ഫ്രണ്ട്ഷിപ്പ്. അത് അതെ, ഇത് നമ്മൾ ഈ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ കുറച്ച് നാളായിട്ട് അറിയാവുന്നതും നന്നായിട്ട് അറിയാവുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു സ്നേഹവും ഇഷ്ടമൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പൊ നമ്മള് സ്നേഹമാണെങ്കിലും അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തൊന്നും വരില്ല. എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മൾ പൊതുവേ നമ്മൾ മലയാളികളല്ലേ, നമ്മളെ വീട്ടിലൊക്കെ പോയിട്ട് അപ്പനമ്മേനും കെട്ടിപ്പിടിച്ച് എല്ലാം അതൊന്നും പറയില്ലല്ലോ. നമുക്കത് ഉള്ളിലുണ്ടാവും, എന്താ ഭയങ്കര സ്നേഹം ഉള്ളിലുണ്ടാവും. ആരോടാണെങ്കിലും നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അത്രയ്ക്കും എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരല്ല നമ്മളാണ്. ഞാനിപ്പോ എന്റെ ചേട്ടനായിട്ടാണെങ്കിൽ ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് എന്താ പറയാ ഒരു ഇങ്ങനെ എപ്പോഴെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി എന്നൊന്നും പറയില്ലല്ലോ. അതല്ലാതെയുള്ള ജസ്റ്റേഴ്സിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെ നമ്മൾ വാക്കാലങ്ങളുള്ള പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അതേപോലെ ഒരു എക്സ്പ്രഷനാണ്. ഞാനില്ലാത്തപ്പോ എനിക്ക് വേണ്ടി കൈയടിച്ചു, ഞാൻ ഉള്ളപ്പോ കൈയടിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. അങ്ങനെ തന്നെ പറയാനല്ല, പക്ഷെ ഞാൻ കണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു അപ്പൊ എന്തുകൊണ്ട് ആ സമയത്ത് കുട്ടി കൈയടിച്ചില്ല? പക്ഷെ ആദ്യം തന്നെ ബേസിലേറ്റൻ ഈ മൂവി കഴിഞ്ഞ് വിളിച്ചപ്പോ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താ? ഓർമ്മയില്ലാതെ പറയാൻ അല്ല, ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ബേസിലേറ്റൻ ഫസ്റ്റ് ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്റർ റെസ്പോൺസ് കണ്ടു കഴിഞ്ഞിട്ട് ഹലോ അല്ല, എനിക്ക് ശരിക്കും അത് എന്താണെന്ന് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ ഇതന്നെ സിനിമയുടെ സന്തോഷം പങ്കുവെച്ച് തന്നെയാണ്. അത് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിയുമ്പോ കുത്തിരി പിടിച്ച് മേടിക്കുന്നതായിരിക്കും. എവിടെ അതെന്താണ്? ഇല്ല, പറ്റിക്കില്ല. പരിചയമുള്ള ആൾക്കാരാണ്, ഇനിയും കാണേണ്ട ആൾക്കാരാണ്. അങ്ങനത്തെ ടെൻഷൻ ഇല്ല. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഭയങ്കര ഫൈറ്റ് എന്ന് പറയാൻ മാത്രം ഉണ്ടായിരുന്നില്ല അതിനകത്ത്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. എനിക്കതല്ലാതെയും കുറെ ഉണ്ടായിരുന്നു അല്ലേ. മറ്റേ അവൻ എന്നെ എന്താ പറയാ രീതിയുമായി അവൻ രക്ഷപ്പെട്ടു പോയി. പിന്നീട് എന്നെ വട്ടോട്ട് പിടിക്കുന്നതാണല്ലോ. അപ്പൊ ഇതെന്താ വെച്ചാല് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് പരിചയമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും നേരത്തെ കൊള്ളാതെ ഇരിക്കുക എന്ന് പറയുന്നൊരു മിനിമം മര്യാദയാണ്. ആ മര്യാദ രണ്ടുപേരും പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചില ഷോട്ടുകളുടെ ആംഗിളും അതിന്റെ ലെൻസിങ്ങും ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇടിച്ചാലേ ഇരിക്കൊണ്ട പോലെ തോന്നുള്ളൂ എന്നുള്ളത്. അതാണെങ്കിൽ പോലും നമ്മളൊരു 100% തോന്നിപ്പിക്കാനായിട്ട് ചിലപ്പോൾ 25% വീഡിയോ ഇടിക്കേണ്ടി വരും. അതാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് സർപ്രൈസ് ഒന്നുമില്ല, പറഞ്ഞിട്ട് ഇടിക്കുകയുള്ളൂ. ഇതിനകത്ത് അങ്ങനെ പരിക്കുകളൊന്നും പറ്റുന്ന പോലത്തെ അങ്ങനത്തെ റിസ്കി ഫൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സിനിമകളിലും സർപ്രൈസ് ചിലപ്പം നമുക്ക് ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു പൾസറേറ്റ് ചെയ്യാൻ ഒരു സാധനമാണ്. പക്ഷേ ഈ സിനിമ കാണുന്ന സമയത്ത് നോർമലി ഒരു ആക്ടറെ കാണുമ്പോൾ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യുക, അത് ഇന്ന ആക്ടർ ഉണ്ട്, അത് സോഷ്യൽ മീഡിയയിൽ കൂടെ അറിയിക്കുക. ചിലപ്പോൾ ഈ സിനിമ ഇറങ്ങി രണ്ടാമത്തെ ദിവസം ഉണ്ടായ ഇഷ്യൂ ആയിരുന്നു. ഈ സിനിമയിൽ ഒരു ക്യാമിയോ ഉണ്ട്, ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത് ചിലപ്പം അത് കാണാനുണ്ടാകുന്ന ഓഡിയൻസിനുണ്ടാകുന്ന ഇൻട്രസ്റ്റ് തന്നെ ചിലപ്പം സീൻ ഇതാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് കുറവുണ്ടല്ലോ. അപ്പോൾ അത് സിനിമയെ ബാധിച്ചിട്ടുണ്ടല്ലോ. ബേസിലായിട്ട് കഥ മുഴുവൻ ഇട്ടുകൊടുക്കുക എന്ന് വെക്കുന്നത് ഇതുണ്ട്. ശരിക്കും പറയാം അത് വല്ലാത്തൊരു അതായത് ആൾക്കാരുടെ ആവേശത്തിന്റെ പുറത്തൊക്കെ അത് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ മനഃപൂർവ്വം ആ സിനിമയ്ക്ക് ഒരു ദോഷം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് ആവണമെന്നില്ല. പക്ഷെ ഇത് നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ഡിസ്കഷൻസ് വരുന്ന സമയത്ത് ആൾക്കാർ കുറച്ചുകൂടെ അവെയർ ആവുമായിരിക്കും. അവര് അത് ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ളവരുടെ പലരുടെ ആസ്വാദനത്തിന് അവര് എന്താ പറയാ ഹനിക്കുകയാണ് എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കുമല്ലോ അത് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇങ്ങനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് പറയുമ്പോൾ അപ്പൊ അങ്ങനെ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കും ആ സിനിമ കാണാതെ
കാണാനായിട്ട് ഇരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ ഫസ്റ്റ് ദിവസം തന്നെ എല്ലാവർക്കും കാണാൻ പറ്റിയെന്ന് പറ്റില്ലല്ലോ. വരും ദിവസങ്ങളിൽ കാണാതിരിക്കുന്നവർക്കും ഇവർക്ക് കിട്ടിയ അതായത് ആ നമ്മൾ കാണുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ആ ഇൻട്രസ്റ്റിങ്ങും അതേ ആ ഒരു ഫീല് തന്നെ മറ്റുള്ളവർക്ക് കൂടെ കിട്ടേണ്ടതാണ്. എല്ലാവർക്കും അങ്ങനെ കാണാനൊരു അവകാശമുണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ച് കഴിവതും ഇങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊരു മാന്യതയായിരിക്കും. ബ്രോ, ഈ സിനിമയുടെ ഒരു പുൾ ഓഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ ഈ ക്യാരക്ടർ ചെയ്തതാണ് ഭയങ്കര വെറൈറ്റി. പുൾ ഓഫ് ശരിക്കും പറഞ്ഞ ക്യാരക്ടർ ഓപ്പോസിറ്റ് ബേസിലിനെ ചെയ്തതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ക്യാരക്ടർ ചെയ്യുമായിരുന്നു. ഈ പറഞ്ഞ പോലെ ചെയ്യുമായിരുന്നതിന് എനിക്ക് അറിഞ്ഞൂടാ. ക്യാരക്ടർ തന്നെ ആസ് ഇറ്റ് ഈസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ആദ്യം ഇത് പറയുന്നത് ബേസിലാണ്. ബേസിൽ പറഞ്ഞത് കൊണ്ടാണോ എന്ന് എനിക്ക് ബേസിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാവണമെന്നില്ല. പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ക്യാരക്ടറാണ്. എനിക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു ക്യാരക്ടർ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ ശ്രമിക്കാനുള്ള ഒരു സാധ്യത അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് ഞാനിത് കമ്മിറ്റ് ചെയ്തത്. പിന്നെ ബേസിലിന്റെ ഓപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. രണ്ടുപേർക്കും ദോഷം വരുന്നതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല. അത് ബേസിലിനോട് എനിക്ക് അതേ ഉള്ള വിശ്വാസം പോലെ തന്നെ ഇവരോടുമുണ്ട്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയണതാണ്, അരുണിനെ അറിയണതാണ്. പോൾസിനെ ആണെങ്കിലും ഞാൻ ബേസിൽ വഴി തന്നെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇവര് നമ്മുടെ അടുത്ത് വന്ന് ഫുൾ കഥ നരേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബേസിൽ പറഞ്ഞ അതേ എക്സൈറ്റ്മെന്റ് തന്നെ ഇവർ പറഞ്ഞപ്പോഴും തോന്നി. ബേസിൽ എൻ്റെ അടുത്ത് ആദ്യം ഒരു 3 വരിയിൽ എൻ്റെ അടുത്ത് ഇതിന്റെ ഒരു ഐഡിയ പറഞ്ഞിട്ട് പിന്നെ ഇവർ വന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കഥ പറഞ്ഞപ്പോഴും എനിക്ക് അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അത് ചെയ്തത്. Okay, thank you so much everyone. So നമ്മുടെ ബ്ലോക്ക് ബസ്റ്റർ അതിരടി മൂവിയുടെ സക്സസ് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്.